ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇൻഡോർ പ്ലാന്റ്സിൻ്റെ പരിചരണത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിന് എങ്ങനെ വെള്ളം ഒഴിക്കണം, എത്ര ദിവസം എത്തുമ്പോൾ വെള്ളം ഒഴിക്കണം, എന്ത് വളം ഉപയോഗിക്കണം തുടങ്ങി റുട്ടീനായിട്ട് നമ്മൾ ചെയ്യുന്ന പരിചരണങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ. അപ്പം ഞാൻ റുട്ടീനിൽ ചെയ്യുന്ന പരിചരണങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ആദ്യം തന്നെ നമ്മുടെ ഈ ചെടികൾക്ക് അത്യാവശ്യം വേണ്ട സൺലൈറ്റ് എങ്ങനെ കൊടുക്കാമെന്നാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത്, ഞങ്ങളുടെ ഇവിടെ ബാൽക്കണിയുടെ അവിടെയുള്ള ആ കർട്ടൺ ഒന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഗ്ലാസ്സിൽ കൂടെ ഇങ്ങനെ നമുക്ക് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ ഈ കർട്ടൻ ഒതുക്കി വെച്ചിട്ട് നമ്മുടെ ഈ റൂമിലുള്ള ലിവിങ് റൂമിലാണ് മെയിൻലി ഇൻഡോർ പ്ലാന്റ്സ് വെച്ചേക്കുന്നത്. എല്ലാ ഇൻഡോർ പ്ലാന്റ്സും ഈ ഒരു ഏരിയയിലേക്ക് കൊണ്ടുവയ്ക്കും. ഇതിപ്പോൾ രാവിലെ ഒരു 9 മണിക്കാണ് നമ്മളിങ്ങനെ ഇത് വെക്കുന്നത്. ഇതിങ്ങനെ രാവിലെ വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് വരെ ഈ ചെടികൾ ഇവിടെ ഇങ്ങനെ വെച്ചേക്കും. ഇതുപോലെ ആഴ്ചയിൽ 1-2 ദിവസം ചെയ്താൽ മതി. അപ്പോൾ അത്യാവശ്യം വേണ്ട സൺലൈറ്റ് ഈ ചെടികൾക്ക്, ഇൻഡോർ പ്ലാന്റ്സിന് കിട്ടും. ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആയാലും മതി. പിന്നെ രണ്ടാമത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിലൊരിക്കൽ നമ്മളിതുപോലെ എല്ലാ ഇൻഡോർ പ്ലാന്റ്സും ഒന്ന് എടുത്ത് വെച്ചിട്ട് ഒന്ന് അതിനെയൊക്കെ ഒന്ന് ചെടീനെ ഡീറ്റെയിൽഡായിട്ടൊന്ന് ചെക്ക് ചെയ്യണം. അതായത് ഏതെങ്കിലും ഇലകളോ എവിടെയെങ്കിലുമൊക്കെ വാടിയിരിക്കുന്നുണ്ടോ, കരിഞ്ഞിരിപ്പുണ്ടോ. മിക്കവാറും ഈ ഇലകളുടെ തുമ്പൊക്കെ ചെറുതായിട്ട് കരിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുക. ഇതുപോലെ ഇലകൾ വാടിയിരിപ്പുണ്ടെങ്കിൽ അത് മുറിച്ച് മാറ്റുക. അപ്പോൾ അങ്ങനെ. പിന്നെ ചെടികൾക്ക് എന്തെങ്കിലും കേടുണ്ടോ, മണ്ണ് എങ്ങനെയുണ്ട്, മണ്ണിലെ നനവ് എങ്ങനെയുണ്ട്, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. എല്ലാ ചെടികളും ഒന്ന് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് തിരിച്ചു വെച്ചാൽ മതി. പിന്നെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാസത്തിലൊരിക്കൽ ചെയ്താൽ മതി. അതായത് നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഇലകൾ എപ്പോഴും ക്ലീൻ ആക്കി വെക്കണം. അപ്പം സാധാരണ ഒരു മാസമൊക്കെ എത്തുമ്പോഴേക്കും അതുമ്പോൾ നന്നായിട്ട് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഇതുപോലെ ഒരു സോഫ്റ്റ് ടവലെടുത്തിട്ട് തുടച്ച് കൊടുത്താൽ മതി. ഇതുപോലെ നമ്മൾ തുടച്ച് ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ചെടി നല്ല ഹെൽത്തി ആയിട്ടിരുന്നോളും. സാധാരണ ഇങ്ങനെ തുടച്ച് കൊടുക്കാനായിട്ട് ഞാൻ കുറച്ച് ബേക്കിംഗ് പൗഡർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് തുടച്ച് കൊടുക്കാറ്. ഇലകൾക്കുണ്ടാകുന്ന സാധാരണ കേടുകളൊക്കെ മാറിക്കിട്ടാൻ അത് നല്ലതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഇൻഡോർ പ്ലാന്റ്സിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അത് ആഴ്ചയിൽ ഒരിക്കൽ ഒഴിച്ച് കൊടുത്താൽ മതി. വിൻ്റർ സീസണിലാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ എന്നുള്ളത് ഒരു 10 ദിവസം 12 ദിവസമൊക്കെ എത്തുമ്പോൾ ഒഴിച്ച് കൊടുത്താൽ മതി. അത് മണ്ണ് നോക്കാം, മണ്ണ് ഡ്രൈ ആണെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഞാനിവിടെ ഒരു ഹോം മെയ്ഡ് ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പഴത്തൊലിയും സവാളയുടെ തൊലിയും മുട്ടത്തോടും കൂടി വെള്ളത്തിൽ 2 ദിവസം ഇട്ട് വെച്ചിട്ട് ആ വെള്ളം എടുത്ത് ആണ് സാധാരണ ഈ ചെടികൾക്ക് ഒരു ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കാറ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തുടച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ ചെടികളിലേക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഫിൽറ്റേർഡ് വാട്ടറാണ് ഉപയോഗിക്കുന്നത്. അതായത് ഈ ഇൻഡോർ പ്ലാന്റ്സിനെല്ലാം തന്നെ ഹ്യൂമിഡിറ്റി ഇഷ്ടമുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ നമ്മളിങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ ഹ്യൂമിഡിറ്റി അങ്ങനെ നിന്നോളും കുറച്ച് ദിവസത്തേക്ക്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ റുട്ടീനായിട്ട് ഇൻഡോർ പ്ലാന്റ്സിന് ചെയ്യുന്ന പരിചരണങ്ങൾ. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ, ഈ സാധാരണ നമ്മൾ ഈ ചെടിച്ചട്ടികളൊക്കെ ഒരു ട്രേയിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ ആ ട്രേയിലേക്ക് അത് ഡ്രെയിൻ ആയിക്കോളും. അപ്പോൾ കൂടുതലുള്ള വെള്ളം നമ്മൾ കളയണം. അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സിന് വെള്ളം കൂടിപ്പോയാൽ പെട്ടെന്ന് ചീഞ്ഞു പോവും, കേടുവന്ന് പോവും. പിന്നെ ഇനി ട്രേ വെക്കാത്ത ചെടികളാണെങ്കിൽ നമ്മൾ വാഷ് ബേസിൻ്റെ അവിടേക്ക് ഞാൻ കൊണ്ടുപോയിട്ട് അവിടെ വെള്ളം ഒഴിച്ച് എക്സസ് ആയിട്ടുള്ള വെള്ളം എല്ലാം ഡ്രെയിൻ ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. കണ്ടോ? അപ്പോൾ നമ്മളിതേ എല്ലാം വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടോ? അവർക്ക് വേണ്ടതെല്ലാം കിട്ടി. സൺലൈറ്റ്, വെള്ളം, വളം, പൊടികളൊക്കെ പോയി നല്ല നീറ്റായി, അത്യാവശ്യം ഹ്യൂമിഡിറ്റിയും കിട്ടി. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് നല്ല ഹാപ്പിയായി ഹെൽത്തി ആയിട്ട് നീറ്റായിട്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ റുട്ടീൻ പരിചരണങ്ങൾ. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഇൻഡോർ പ്ലാന്റ്സ് വെക്കുമ്പം ഇടയ്ക്ക് നമ്മൾ ചെടിച്ചട്ടി മാറ്റി കൊടുക്കേണ്ട വരും കേട്ടോ. വലിയ ചട്ടിയിലേക്ക് മാറ്റേണ്ടി വരും. മണ്ണ് ഉറച്ചു പോയിട്ടുണ്ടെങ്കിൽ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. മണ്ണ് ചിലപ്പോൾ ഇടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ ചെടികൾക്ക് വല്ല കേടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേക പരിചരണങ്ങളും പൊടിക്കൈകളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരും. അല്ലാതെയുള്ള റുട്ടീൻ പരിചരണമാണ് ഞാനിപ്പോൾ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ റുട്ടീൻ കെയർ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.